പാലക്കാട് പുതുനഗരത്തെ വീട്ടിലെ സ്ഫോടനവും മൂത്താൻതറയിലെ സ്കൂളിലെ സ്ഫോടനവും പ്രത്യേക സംഘം അന്വേഷിക്കും. ബോംബ് സ്ക്വാഡ്, എക്സ്പ്ലോസീവ് വിദഗ്ധർ ഉൾപ്പെട്ട സംഘമാണ് രണ്ട് കേസുകളും അന്വേഷിക്കുക. ഗോകുൽ VS വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഒരു വിദഗ്ധ സംഘം അന്വേഷിക്കാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഉണ്ടാവുക. ആ അന്വേഷണത്തിന്റെ ഉത്തരവാകുന്നതേ ഉള്ളൂ. ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുണ്ടാകും. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന 2 CIമാരും ഉണ്ടാകും. അതേസമയം തന്നെ മറ്റുദ്യോഗസ്ഥരും ഉണ്ടാകും. പിന്നീട് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള വിദഗ്ധ സംഘവും ഉൾപ്പെട്ട സംഘമാണ് അന്വേഷിക്കുക. കാരണം പുതുനഗരത്തെ സംഭവം, അതോടൊപ്പം തന്നെ പാലക്കാട് മൂത്താന്തറയിലെ വ്യാസവിദ്യാപീഠം സ്കൂളിലുണ്ടായ സ്ഫോടനവും, ഇത് രണ്ടും ഒരേ രീതിയിൽ അന്വേഷിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. ഏത് രീതിയിലാണിത് ഈ പന്നിപ്പടക്കത്തിന് സമാനമായ സ്ഫോടക വസ്തു ഉണ്ടാക്കിയത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഇതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. നിലവിലിപ്പോൾ ഒരുപക്ഷെ പന്നിയെ പിടിക്കാനാകാം ഈ ഒരു സംഭവം ഉണ്ടാക്കിയതെന്നാണ് നിലവിൽ പോലീസ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ പിടിയിലായ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായൊരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഈ അന്വേഷണം വഴിതെറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ SP തന്നെ നേരിട്ട് വിലയിരുത്തിക്കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനമായത്.